നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന് 10th ലെവൽ പരീക്ഷയുടെ ഫസ്റ്റ് സ്റ്റേജിൽ ഹാൾ ടിക്കറ്റ് എല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്കൂള് നിങ്ങൾക്ക് ധാരണയായി, നിങ്ങൾ എവിടെയാണ് പരീക്ഷ എഴുതുന്നതും നിങ്ങൾക്ക് കൺഫേം ആയി. ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് ഈ തുച്ഛമായിട്ടുള്ള ഒരാഴ്ച, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒന്നുമില്ലല്ലോ, 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒന്നും നമ്മുടെ മുന്നിലില്ല. ഈ ഒരാഴ്ച പരമാവധി 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൂട്ടിക്കോന്നേ, ഈ 10 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ഈ 10 ദിവസം എങ്ങനെയാണ് പരമാവധി നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ആ വെല്ലുവിളി നമ്മൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, GK പോർഷൻ സയൻസ് ഉൾപ്പെടെ 8 ടോപ്പിക്ക് 80 മാർക്കാണ്. ഒരു ടോപ്പിക്കിന് 10 മാർക്ക് വീതം, 8 ടോപ്പിക്ക് 80 മാർക്കാണ്. പിന്നെ 20 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്നറിയപ്പെടുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിൽ 8 ടോപ്പിക്കും നമ്മൾ ഈ ഒരു തുച്ഛമായ ദിവസം കൊണ്ട് കവർ ചെയ്ത് മാറ്റുക. അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം ക്വസ്റ്റ്യൻ, പരമാവധി PYQ മാക്സിമം എന്ത് ചെയ്യുക, പരമാവധി PYQ ഡിസ്കസ് ചെയ്യുക, പരമാവധി SCRT കണ്ടന്റ് ഡിസ്കസ് ചെയ്യുക, പരമാവധി ന്യൂ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങളുടെ മുന്നിലേക്ക് തരിക, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ആ ടാസ്ക് ഇന്ന് മുതൽ നമ്മൾ തുടങ്ങിയാണ്. അപ്പൊ തുടക്കത്തിൽ അല്ലെങ്കിൽ പുതിയതായിട്ടൊന്നും തുടങ്ങുന്നില്ല. ഈ തരുന്ന ക്ലാസ്സുകൾക്ക്, തരുന്ന പരീക്ഷകൾക്കെല്ലാം ചെറിയൊരു മാറ്റം കൂടി വരുന്നു. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ നേരത്തെ വരെ 3 ക്ലാസ് വീതമാണ് തന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ 4 ക്ലാസ് ആവും, ചിലപ്പോൾ 5 ക്ലാസ് ആവും, ചിലപ്പോൾ ഇതിന്റെ ഈ പറയുന്ന എല്ലാ ടോപ്പിക്കിന്റെയും ലൈവ് ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ഒരു ദിവസം ഒറ്റ സ്ട്രെച്ച് നമുക്ക് ലൈവ് ക്ലാസ് കണ്ടക്ട് ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങനെ ഒരു റിവിഷൻ ചലഞ്ചാണ് വരും ദിവസങ്ങളിൽ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഒന്നുമില്ല, 8 ടോപ്പിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 8 പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ ഒന്ന് കറണ്ട് അഫേഴ്സ് ആണ്, ആനുകാലിക സംഭവങ്ങളാണ്. അതിൽ നിന്ന് 10 മാർക്കാണ് സിലബസിൽ കൊടുത്തേക്കുന്നത്. പിന്നീട് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്നറിയപ്പെടുന്ന, അപ്പൊ അതിനകത്ത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങളെല്ലാം ഉൾപ്പെടും. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് 10 മാർക്ക്, ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് 10 മാർക്ക്, അതിൽ SCRTയും NCRTയും ഉൾപ്പെടും. ദെൻ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 10 മാർക്ക്, ദെൻ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞു, ഇന്ത്യൻ ഭൂമിശാസ്ത്രം പറഞ്ഞു, ഇന്ത്യൻ ചരിത്രം പറഞ്ഞു. ഇതേ മോഡൽ എവിടെയുണ്ട്? കേരള ഭൂമിശാസ്ത്രത്തിൽ 10 മാർക്ക്, കേരള ചരിത്രം, കേരള നവോത്ഥാനത്തിൽ 10 മാർക്ക്, അങ്ങനെ പിന്നെ നാച്ചുറൽ സയൻസ് 10 മാർക്ക്, ഫിസിക്കൽ സയൻസ് 10 മാർക്ക്, അങ്ങനെ 80 മാർക്ക് 8 ടോപ്പിക് കൊണ്ട് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോവാം. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് 10ാമത്തെ ദിവസത്തെ വർക്കൗട്ടാണ്. അപ്പൊ 10ാമത്തെ ദിവസത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ, ഇത് പുതിയതായി കാണുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് പഴയ, അതായത് 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അത് 2x-ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ ഇട്ട് കാണുക. അതിനുശേഷം അതിന്റെ PDF നോട്ട് കൊടുത്തേപ്പുണ്ട്. പരീക്ഷ എഴുതി മാറ്റാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതിന്റെ PDF നോട്ട് PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റിവൈസ് ചെയ്ത് പോവുക. പരീക്ഷ എഴുതണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല, കാരണം നമ്മുടെ മുന്നിൽ തുച്ഛമായ ദിവസമേ ഇനിയുള്ളൂ. അപ്പൊ പരമാവധി എന്ത് കണ്ടുപോവുക, PYQ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ സീരീസ് കണ്ടുപോവുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് ഞാൻ പറയുന്നത്. ഈ ടാസ്കിലൂടെ നമ്മൾ ചെയ്യുന്നത് പരമാവധി PYQ ഡിസ്കസ് ചെയ്ത് പോകുന്നു, പരമാവധി SCRT ഡിസ്കസ് ചെയ്ത് പോകുന്നു. ദെൻ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോ ക്ലാസ്സിൽ പറയുന്ന എക്സാം, നമ്മൾ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ ഇടാറുണ്ടല്ലോ, ആ എക്സാമിനോടൊപ്പം തന്നെ ഈ പറയാത്ത ടോപ്പിക്, അതായത് ഇപ്പൊ ഇന്ന് എടുക്കുന്ന ടോപ്പിക് ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 1-2 ചോദ്യങ്ങളെ കാണും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ, പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പക്ഷി സംരക്ഷണ കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ഏരിയ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാമിൽ കൂടുതലായിട്ട് ഇടുന്നത്. അപ്പൊ ഇന്ത്യൻ ഭൂമിശാസ്ത്രം മുഴുവൻ വായിച്ചു തീർന്നവർക്ക് ക്ലാസ്സും കണ്ടു, ക്ലാസ്സിലെ മുഴുവൻ PYQ കിട്ടി, പരീക്ഷ എഴുതിയപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി പോയി. പിന്നെ PDF നോട്ട്, ഒരു PDF വീതം നമ്മൾ ഈ ക്ലാസ്സിന് ആനുപാതികമായിട്ട് ഇടുന്നത്. വരും ദിവസങ്ങളിൽ കറണ്ട് അഫേഴ്സിന് മാത്രം PSC ബുള്ളറ്റിൻ ബേസ്ഡ് ആയിട്ടുള്ള മറ്റു കറണ്ട് അഫേഴ്സിന്റെ എല്ലാ ദിവസങ്ങളിലെ അല്ല, നമ്മൾ പറയുന്ന എല്ലാ ദിവസങ്ങളിലെയും കറണ്ട് അഫേഴ്സ് ഡെയിലി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ PDF നോട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക. അപ്പൊ ക്ലാസ്സിന്റെ ആദ്യ അവസാനം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്കാണ്. ഡേ 10th ലെവൽ പരീക്ഷയുടെ 10ാം ദിവസത്തെ വർക്കൗട്ടാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്തത്. അതിൽ ഒന്നാമത്തെ ഒരു ചോദ്യം തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നു. അറബിക്കടൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കടലാണല്ലോ അറബിക്കടൽ എന്ന് പറയുന്നത്. ഈ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു. ഉത്തരം ഏതാണ്? അത് ലക്ഷദ്വീപാണ്. അപ്പൊ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹത്തിന്റെ പേര് ലക്ഷദ്വീപ് എന്നല്ലയോ? ഈ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് കേരള PSC മത്സര പരീക്ഷയിൽ
ഇത്രയും കാലം വരെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്ന്, ഇന്ത്യയിൽ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം അത് ലക്ഷദ്വീപ്. അപ്പൊ ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. ആ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം അത് ലക്ഷദ്വീപാണ്. ഈ ലക്ഷദ്വീപിന് ഒരർത്ഥമുണ്ട്. 1,00,000 ദ്വീപുകൾ എന്നർത്ഥം വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. 1,00,000 ദ്വീപുകൾ എന്നർത്ഥം വരുന്ന കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഇന്ത്യയുടെ പവിഴ ദ്വീപ് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയുടെ കോറൽ ഐലൻഡ്, ഇന്ത്യയുടെ പവിഴ ദ്വീപ് എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. ഉഷ്ണമേഖല പ്രദേശ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ദ്വീപ് അല്ലെങ്കിൽ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ലക്ഷദ്വീപാണ്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യയുടെ പവിഴ ദ്വീപ് എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. കോറൽ പോളിപ്സിനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കും ഈ പറയുന്ന പവിഴപ്പുറ്റുകളുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇന്ത്യയുടെ പവിഴ ദ്വീപ് എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. ഇനി ഈ ലക്ഷദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ സമൂഹത്തിൽ ഏറ്റവും വലിയ ദ്വീപ് ഏതെന്ന് ചോദിച്ചാൽ അത് ആന്ത്രോത്താണ്. അപ്പൊ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാ? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപിൽ ഏറ്റവും വലിയ ദ്വീപ് ചോദിച്ചാൽ അത് ആന്ത്രോത്താണ്. അപ്പൊ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാ? അത് ബിത്രയാണ്. അത് ഓർത്തു വെക്കണേ. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്തും ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? ബിത്ര. ഇനി ഈ പറയുന്ന ലക്ഷദ്വീപിൽ തന്നെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപുണ്ട്. ഈ കേരളത്തിലെ അല്ല നമ്മൾ പറയുന്നത്, ലക്ഷദ്വീപിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തിയും ജനസംഖ്യ കുറഞ്ഞ ദ്വീപ് ഏതെന്ന് ചോദിച്ചാൽ അത് ബിത്രയുമാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ 4 സൂപ്പർലേറ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്, ലക്ഷദ്വീപിൽ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാ? അത് ബിത്രയാണ്. അപ്പൊ ലക്ഷദ്വീപിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ചോദിച്ചാൽ അത് കവരത്തി, ജനസംഖ്യ കുറഞ്ഞ ദ്വീപ് ചോദിച്ചാൽ അത് ബിത്രയാണ്. ഇനി ലക്ഷദ്വീപിൽ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപുണ്ടല്ലോ, അതാണ് മിനിക്കോയ് ദ്വീപ്. അതൊന്ന് ഓർത്തു വെക്കുക, നമുക്ക് വേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ലക്ഷദ്വീപിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മിനിക്കോയ് ദ്വീപാണ്. അപ്പൊ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം പറഞ്ഞു. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിലുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി ആൻഡമാൻ ദ്വീപിനെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗത്തിന്റെ പേര് അത് 10 ഡിഗ്രി ചാനലാണ്. 2022 സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യമാണ്. ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? അത് 10 ഡിഗ്രി ചാനലാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. മിനിക്കോയ് ദ്വീപിനെയും മാലിദ്വീപിനെയും, അതായത് മിനിക്കോയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന ചാനൽ 8 ഡിഗ്രി ചാനലാണ്. മിനിക്കോയെയും ലക്ഷദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനലാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്കാണ്. അതൊന്ന് ടിക്ക് ചെയ്ത് പഠിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ചോദ്യം എങ്ങനെയൊക്കെയാ? ഒന്ന്, ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനലാണ്. മിനിക്കോയ് ദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനലാണ്. മിനിക്കോയെയും ലക്ഷദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനലാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത് അത് പാക് കടലിടുക്കാണ്. അതൊന്ന് ഓർത്തു വെക്കണം, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഈ ക്ലാസിന്റെ PDF നോട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എക്സാമും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ കണ്ട ക്ലാസിന്റെ 2-3 ചോദ്യങ്ങളായിരിക്കും പരീക്ഷയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. മറ്റ് ടോപ്പിക്കുകളെല്ലാം കേരളത്തിലെ അല്ല പറയുന്നത്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുത്താം, ഇന്ത്യയുമായി ബന്ധപ്പെട്ട പക്ഷി സംരക്ഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്താം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ആ സിലബസിലുള്ള മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്തണം, അത് വായിക്കണം, എന്നിട്ട് ആ ക്ലാസ് കാണുക, ഈ ക്ലാസ് കാണുക, അതിനുശേഷം പരീക്ഷ അറ്റൻഡ് ചെയ്യുക. അടുത്ത വീഡിയോ ടോപ്പിക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക. ആ കമന്റ് ചെയ്യുമ്പം അതിന്റെ കറണ്ട് അഫയേഴ്സ് പഞ്ചവത്സര പദ്ധതി വരും ക്ലാസ്സിൽ എടുത്തോളാം. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ സീരീസ് എടുത്തോളാം. ഡേയുമായി ബന്ധപ്പെട്ട് ഈ 3 കമന്റുകളാണ് കൂടുതലായിട്ട് ആളുകൾ ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ വരും ക്ലാസ്സിൽ എടുത്തോളാം, നിങ്ങൾ പേടിക്കേണ്ട. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യത്തിലേക്ക് വരിക. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിച്ചല്ലോ കേരള PSC, എന്താ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതത്തിന്റെ പേരെന്താ? അത് ബാരൺ ദ്വീപാണ് എന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വത ദ്വീപായ ബാരൺ ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തെ പറ്റി പരീക്ഷകളിൽ, അതായത് ഇക്കഴിഞ്ഞ മത്സര പരീക്ഷകളെല്ലാം തന്നെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന്, ഉൾക്കടൽ ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെയാണ്. ഉൾക്കടൽ ദ്വീപുകൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തെയാണ്. ആൻഡമാൻ നിക്കോബാറിൽ
572 ദ്വീപുകളാണുള്ളത്. ആൻഡമാൻ നിക്കോബാറിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? 572. അപ്പൊ നമ്മുടെ മനസ്സിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരണം. ഈ പറയുന്ന നിക്കോബാർ ദ്വീപിന്റെ തെക്കേ അറ്റത്തെ അറിയപ്പെടുന്ന പേര് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം, തെക്കേ അറ്റം, പടിഞ്ഞാറേ അറ്റം, കിഴക്കേ അറ്റം എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് ഉള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ചോദിച്ചാൽ അത് ഇന്ദിരാ പോയിന്റ്. അപ്പൊ ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റം ചോദിച്ചാലും എന്ത് തന്നെ? ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ പോയിന്റിനെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ കൂടി ഒന്ന് ഓർത്തു വെക്കണം. പിഗ്മാലിയൻ പോയിന്റ് എന്നറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. പാർസൺ പോയിന്റ് എന്നറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. അപ്പൊ ഇന്ദിരാ പോയിന്റിന്റെ 3 പ്രധാനപ്പെട്ട പേരുകൾ: ഇന്ദിരാ പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ്, പാർസൺ പോയിന്റ്. അടുത്തത് ഈ പറഞ്ഞ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനം ചോദിച്ചാൽ അത് പോർട്ട് ബ്ലെയർ ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? അത് പോർട്ട് ബ്ലെയർ ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ആൻഡമാൻ എന്നറിയപ്പെടുന്ന, ആൻഡമാൻ നിക്കോബാറിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ അത് മ്യാൻമാർ ആണ്. ആൻഡമാൻ ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം 572 ദ്വീപുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ആൻഡമാൻ അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം മ്യാൻമാറും നിക്കോബാറിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം അത് ഇന്തോനേഷ്യയുമാണ്. ഈ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മറക്കല്ലേ. അപ്പൊ ആൻഡമാൻ അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാ? അത് മ്യാൻമാറും. നിക്കോബാറിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ്. ഇനി ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട അഗ്നിപർവ്വതമുണ്ട്. അതിൽ ഏക സജീവ അഗ്നിപർവ്വതം ഏതാ? അത് ബാരൻ ദ്വീപാണ്. സ്കൂൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റാ പറഞ്ഞിരുന്നത്. ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട അഗ്നിപർവ്വതങ്ങളും സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതത്തിന്റെ പേര് ബാരൻ എന്നാണ്. അപ്പൊ ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട അഗ്നിപർവ്വതങ്ങൾ, ഒന്ന് ബാരൻ ദ്വീപും മറ്റൊന്ന് നർക്കോണ്ടം ദ്വീപുമാണ്. അപ്പൊ അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാവോ? ഈ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണെന്ന് ഓർത്തു വെക്കണം. ആൻഡമാനിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് സാഡിൽ കൊടുമുടിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. സാഡിൽ കൊടുമുടി. സാഡിൽ കൊടുമുടിയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയുമായി ബന്ധപ്പെട്ടല്ല നമ്മൾ പറയുന്നത്, ഇന്ത്യൻ ഭൂപ്രകൃതി തന്നെയാ പറയുന്നത്. അതിൽ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് സാഡിൽ കൊടുമുടി എന്നാണ്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഡെങ്കൻ പാസേജ് എന്നറിയപ്പെടുന്ന ഒരു ചോദ്യം നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. ഒന്നുമില്ല, സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്ന പാസേജിന്റെ പേരാണ് എന്ത്? ഈ പറഞ്ഞ ഡെങ്കൻ പാസേജ്. അതുകൂടി ഒന്ന് വായിച്ചു വെച്ചേക്കുക, അല്ലെങ്കിൽ അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ടോപ്പിക് കവറായി. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ത്യൻ ഭൂപ്രകൃതി എന്നറിയപ്പെടുന്ന ടോപ്പിക് കവർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു ഏരിയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാലാവസ്ഥയാണ്. കാലാവസ്ഥകളുമായി ബന്ധപ്പെട്ട മിക്ക മത്സര പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ഈ ഒരു ചോദ്യമാണ്. സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് ആണ്. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നാണ് എടുത്തത് എന്നാണ് ചോദ്യം. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തതെന്നാണ് ചോദ്യം. ഉത്തരം അറബിയാണ്. അപ്പൊ മൗസിം എന്ന അറബ് വാക്കിൽ നിന്നാണ് മൺസൂൺ എന്നറിയപ്പെടുന്ന പദം ഉണ്ടായത് എന്ന് ഓർത്തു വെക്കണം. മൺസൂൺ എന്നറിയപ്പെടുന്ന വാക്കിന് അർത്ഥമുണ്ട്. ഒന്നുമില്ല, കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്ന അർത്ഥമാണ് ഈ പറയുന്ന മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ മൺസൂൺ എന്ന വാക്കിനർത്ഥം കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ്. ഈ പറയുന്ന മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാൽ അത് മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് എടുത്തേക്കുന്നത്. മൺസൂൺ കാറ്റിന്റെ ഗതി ആദ്യമായി തിരിച്ചറിഞ്ഞതാരെന്ന് ചോദിച്ചാൽ അത് ഹിപ്പാലസ് ആണ്. മൺസൂൺ കാറ്റിന്റെ ഗതി ആദ്യമായി തിരിച്ചറിഞ്ഞതാര? അത് ഹിപ്പാലസ് ആണ്. ഇനി ഈ പറഞ്ഞ മൺസൂൺ കാറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജോഗ്രഫിയുടെ മുഴുവൻ കണ്ടന്റും പഠിക്കുമ്പം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. അവിടെ എന്തൊക്കെയാണെന്നറിയാവോ? ഇന്ത്യയിൽ ഈ പറഞ്ഞ മൺസൂണിന്റെ രൂപം കൊള്ളലിന് പിന്നിലെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അത് ജോഗ്രഫി പഠിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്നതാണ്. ഒന്ന് സൂര്യന്റെ അയനം എന്ന് പറയും. രണ്ടാമത്തത് കോറിയോലിസ് പ്രഭാവം എന്ന് പറയും. മൂന്നാമത്തത് താപനത്തിന്റെ വ്യത്യാസം. വരും ക്ലാസ്സിൽ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ മൺസൂൺ കാറ്റിന്റെ ഗതി ആദ്യമായി തിരിച്ചറിഞ്ഞതാരാ? അത് ഹിപ്പാലസ് ആണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ് എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ശൈത്യകാലമാണ് ഡിസംബർ ഫെബ്രുവരി. അപ്പൊ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിലെ ശൈത്യകാലമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ ശൈത്യകാലത്തിന്റെ കാര്യമാണ്. കേരളവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് അല്ല പറയുന്നത്. ഇന്ത്യയിലെ ശൈത്യകാലം എന്താണ്? ഡിസംബർ ടു ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഇന്ത്യയിലെ ശൈത്യകാലത്തിന്റെ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. അതിന് ഉത്തരം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ ശൈത്യകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ശൈത്യമുണ്ട്, നമ്മൾ പറഞ്ഞേക്കുന്ന ഉഷ്ണകാലമുണ്ട്. ശൈത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പ് കാലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ
തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ദ്രാസ് എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കുക. അത് പഠിക്കുമ്പോഴാണ് നിങ്ങൾ പശ്ചിമ അസ്വസ്ഥത എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് പഠിക്കുന്നത്. അത് പഠിക്കുമ്പോഴാണ് നിങ്ങൾ സൂര്യന്റെ പ്രധാനപ്പെട്ട അയനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൂര്യന്റെ അയനവുമായി ബന്ധപ്പെട്ടും കോറിയോലിസിസ് പ്രഭാവത്തെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശൈത്യകാലം ഏതാണ്? അത് ഡിസംബർ ടു ഫെബ്രുവരി ആണ്. ഇന്ത്യയിലെ ഉഷ്ണകാലം ചോദിക്കുവാണെങ്കിൽ അത് മാർച്ച് മുതൽ മെയ് മാസങ്ങളിലാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം അല്ലെങ്കിൽ സ്ഥലം ചോദിച്ചാൽ അത് ബാമർ ആണ്. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏത് എന്ന് കേരള PSC 2023 LGS പരീക്ഷയിൽ വാല്യൂ ചെയ്തേക്കുന്നത് അത് ബാമർ എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അപ്പൊ ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം മൺസൂൺ കാറ്റാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാ? അത് മൗസിൻഡ്രം ആണ്. മേഘാലയ സംസ്ഥാനത്താണ് മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു ചോദ്യം ചോദിക്കും, മേഘത്തിന്റെ ആലയം എന്നർത്ഥം വരുന്ന ഇന്ത്യയുടെ സംസ്ഥാനത്തിന്റെ പേര് മേഘാലയ എന്നാണ്. മേഘാലയ എന്ന വാക്കിന് ഉപജ്ഞാതാവ് ഷീബ പ്രസാദ് ചാറ്റർജിയാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രവും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ലഡാക്കിലെ ലേ എന്നറിയപ്പെടുന്ന സ്ഥലവുമാണ്. ഇനി ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂട് കാറ്റിന്റെ പേര് ലൂ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ ഉത്തരേന്ത്യൻ സമതലങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ്, സമചതുരങ്ങളിലല്ല സമതലങ്ങളിൽ വേനലിന്റെ തീഷ്ണത വർദ്ധിപ്പിക്കാനും രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നതുമായിട്ടുള്ള ചൂടുകാറ്റ് ഏതാന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? ഈ പറയുന്ന ലൂ ആണ്. അപ്പൊ ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ വേനലിന്റെ തീഷ്ണത വർദ്ധിപ്പിക്കുന്ന ചൂടുകാറ്റ് എന്ന് ചോദിച്ചാൽ ഉത്തരം ലൂ തന്നെ. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുകയും ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റ് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെ? ലൂ തന്നെയാണ്. അത് ഓർത്തു വെക്കുക. കാൽ ബൈസാഖി എന്ന് പറയുന്നത് എന്താണ്? കാൽ ബൈസാഖി എന്ന് പറയുന്നത് ഒരു കാറ്റാണെന്ന് ഓർത്തു വെക്കുക. അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം അത് കിഴക്കൻ തീരസമതലമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ തീരസമതലത്തെ പറ്റി വരച്ച് പഠിപ്പിച്ചതാ. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് വരച്ച് പഠിപ്പിച്ചു. തീരസമതലം, പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം, പശ്ചിമഘട്ടം, പൂർവഘട്ടം, പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഉൾപ്പെടെ വരച്ച് പഠിപ്പിച്ചതാണ്. അപ്പൊ ആ ക്ലാസ് കാണാത്തവർ എന്ത് ചെയ്യുക? ആ ക്ലാസ് കൂടി കാണുക. വടക്കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത് കിഴക്കൻ തീരസമതലമാണ്. ഇനി വടക്കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. അത് ഓർത്തു വെക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി ഒക്ടോബർ ചൂട് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് ഒക്ടോബർ ചൂട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. വടക്കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം അല്ലെങ്കിൽ സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. വടക്കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അത് കിഴക്കൻ തീരസമതലമാണ്. കിഴക്കൻ തീരസമതലം ഉൾപ്പെടുന്ന 3 പ്രദേശങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്ന് കോറമാൻഡൽ തീരസമതലം, മറ്റൊന്ന് ഒഡീഷ തീരസമതലം, മറ്റൊന്ന് വടക്കൻ സിർക്കാർസ് എന്ന് പ്രീവിയസ് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഫാൾസ് ഡെവി പോയിന്റ് എന്താണെന്ന് പഠിപ്പിച്ചു. ഉത്കൽ തീരം അല്ലെങ്കിൽ കലിംഗം തീരം എന്താണെന്ന് പഠിപ്പിച്ചു. ആ ക്ലാസ് കാണാത്തവർ എന്ത് ചെയ്യുക? ആ ക്ലാസ് കാണുക. ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഈ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഇങ്ങനെ റിവിഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഏകദേശം ഈ പറയുന്ന 10 ദിവസം കൊണ്ട് ഈ പറയുന്ന എന്റെ ടോപ്പിക്ക് കവർ ചെയ്ത് കഴിഞ്ഞു. പുതിയ ആളുകൾ ഒപ്പം കൂടുക. ഇനിയുള്ള തുച്ഛമായ ദിവസമുണ്ട്. ആ ദിവസം നമുക്ക് എന്ത് ചെയ്യാം? ഉഷാറായി പഠിക്കാം. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.